ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം പുതിയൊരു കിടിലൻ ഇടി സീരീസ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് നമ്മുടെ ടാർഗറ്റ് വെറും 30 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ്. സോ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ. തുടക്കം തന്നെ നമ്മുടെ നായകനാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കണ്ണാടിക്ക് വെച്ച് ഒരു ജെന്റിൽമാൻ ലുക്കുള്ളവനാണ് നമ്മുടെ നായകൻ. മച്ചാനാണെങ്കിൽ ഒരു ബസ്സൊക്കെ ഇറങ്ങി നല്ല സമാധാനത്തോടെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ ഒരുത്തൻ മച്ചാന്റെ നേരെ ഒരു സിഗരറ്റ് ഊറ്റി വലിച്ചെറിയുന്നുണ്ട്. പക്ഷെ അതും അങ്ങനെ മച്ചാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള. പുള്ളി അങ്ങനെ നടന്ന് കയറി ചെല്ലുമ്പോൾ ഇമാർക്ക് ആറായിട്ട് വന്നിട്ട് ഇവന്റെ കൈക്കിട്ടിടിക്കും. എന്നിട്ട് അവന്മാർ പറയും പൈസ താട്ടെ, അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യാൻ, സോറി പറയാനാ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നടൻ പറയുന്നുണ്ട് എന്റെ കൈക്കും വേദന എടുത്തു, ഞാനൊന്നും ചോദിക്കാനുള്ളല്ലോ എന്നൊക്കെ. അപ്പൊ മറ്റൊരു ഇടിക്കാൻ വരുമ്പോൾ ചോദിക്കേണ്ടത് എന്താ ഇടിക്കാനാണ് ഉദ്ദേശിച്ചത് നടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നടൻ പിന്നെ ശാന്തമായിട്ട് ഒന്നുമില്ല സോറി എന്ന് പറയുന്നു. കാരണം ഒരു ഇടി വേണ്ടാലോ എന്ന് വെച്ചിട്ട് എന്തോ ബാക്ക് സ്റ്റോറി ഒക്കെ ഉള്ള പോലെയാണ് നായകന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ. പുള്ളി ഇടിയെന്നൊക്കെ ഒഴിവായി നടക്കാൻ നോക്കുകയാണ്. അപ്പൊ മറ്റവൻ പിടിച്ച ഒരു ഇടിയും കൂടെ കൊടുത്തിട്ട് അവന്മാർ കാറെടുത്തോണ്ട് പോവാണ്. അവന്മാർ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നായകന്റെ ഒരു ഇടിയും കിട്ടി, നായകൻ നിലത്തെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ്. അതിൽ നായകൻ എണീറ്റിട്ട് കെട്ടിയോളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മച്ചൻ ഒറ്റയ്ക്കാണ് എല്ലാ പരിപാടിയും ചെയ്യണത്. അടുക്കളയിൽ കയറുന്നു, കുക്ക് ചെയ്യുന്നു, സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ടൊരു മോളുണ്ട്, മോളുടെ ഒരു മിഞ്ചിനെ വിളിച്ചെണീപ്പിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളും അങ്ങനെ ഫണ്ണായിട്ടാണ് കഥ കാണിക്കുന്നത്. തുടക്കമൊക്കെ ഭാര്യയും സിബ്ലിങ്സ് ഒന്നുമില്ല, ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിലുള്ളൂ. അങ്ങനെ മോൾക്ക് സ്കൂളിലൊരു പയ്യനോട് ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവള് ബസ്സിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കൊന്നും ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ പയ്യനെ ഇവളെ കയറി പിടിക്കുന്നുണ്ട്. ഇവള് മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ അങ്ങനെ അവരുടെ റൊമാൻസിന്റെ തുടക്കം. ഒന്നും ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ നടക്കേണ്ടത് തുടക്കമേ ഒരു സൂചന തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിമ്മെന്നാണ് കേട്ടോ നമ്മുടെ നായകന്റെ പേര്. നായകനും ബസ്സിലൊക്കെ കയറി എവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, ജോലിക്കാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു നാച്ചുറൽ ലൈഫ്, വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഓഫീസിൽ വെച്ച് അച്ഛൻ മോൾക്ക് കൊണ്ട് ഒരു ഗിഫ്റ്റ് ആപ്പ് ഉണ്ട്. അപ്പൊ ആ ഓഫീസിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു മോൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനായിട്ട്. അങ്ങനെ മോള് ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ സാധാരണ കൊറിയൻ ഡ്രാമകളിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് വില്ലത്തിമാരുണ്ടാവുമല്ലോ, അവർ വന്ന് ഈ കൊച്ചിനെ ചെറുതായിട്ടൊന്ന് ഹറാസ് ചെയ്യാനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓവറൊന്നുമില്ല, എന്നാലൊരു തുടക്കമൊക്കെ പോലെ. ഈ കൊറിയൻ നാട്ടിലെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പല സീരീസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെ ബാത്റൂമിൽ വെച്ച് നമ്മുടെ നായകന്റെ മോളും മറ്റേ പിള്ളേരുമായിട്ടൊരു കൊമ്പ് ഓർക്കൽ ഉണ്ടാവുന്നുണ്ട്. അതിലും അവർ ഈ കൊച്ചിനെ കളിയാക്കുന്നുണ്ട്. ഇവള് ഒറ്റപ്പെട്ടാന്ന് തോന്നുന്നു സ്കൂളിൽ നിൽക്കണേന്നൊക്കെ. വൈകുന്നേരം നമ്മുടെ കിമ്മണ്ണനും ഓഫീസിൽ കണ്ട് ആ പെണ്ണും കൂടി മറ്റേ കൊച്ചിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. എന്നിട്ട് പർച്ചേസിന് പോയിട്ട് ആ പെണ്ണാണെങ്കിൽ മറ്റേ നായകനോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഫുഡ് വാങ്ങാൻ നിൽക്ക്, ഇവള് പർച്ചേസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഇവൻ ഫോണിൽ നോക്കുമ്പോഴാണ് 5 ലക്ഷം രൂപയുടെ എന്തോ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് ഒരു ബനിയൻ. എന്നിട്ട് ഇവൻ തിരിച്ചു കൊടുക്കാൻ ചെല്ലുമ്പോൾ ആ പെണ്ണുമ്പോൾ ഇവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഒരു കൊച്ചിന് വാങ്ങി കൊടുക്കണതല്ലേ, അപ്പോൾ കുറച്ച് സെറ്റപ്പ് ആയിരിക്കണം, കാരണം ഈ ഏജിലുള്ള പിള്ളേർക്ക് കുറച്ച് നല്ല ഗിഫ്റ്റ് കിട്ടിയാലോ ഇഷ്ടമൊക്കെ തോന്നുള്ളൂ അച്ഛനോട്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കിമ്മണ്ണനെ കൊണ്ട് ഈ ഇവളുടെ പേരെനിക്കറിയില്ല, ആ പെണ്ണ് ഈ സാധനം വാങ്ങിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിമ്മണ്ണൻ വീട്ടിൽ വന്നിട്ട് മോളോട് സംസാരിക്കുകയൊക്കെ ഉണ്ട്. പക്ഷെ മോളാകെ കലിപ്പിലാണ്, കാരണം ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. പക്ഷെ അവൾ അതൊന്നും അച്ഛനോട് പറയണമില്ല. അങ്ങനെ നമ്മുടെ മോളാണ് ഈ ഫോൺ എടുത്ത് മറ്റേ പയ്യനെ സ്റ്റോക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് അറിയാണ്ട് ലൈക്ക് അടിക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഇവൾക്കാണെങ്കിൽ ലൈക്ക് കളയാനും പറ്റില്ല. അപ്പോഴേക്കും ആ മെസ്സേജ് ചോദിക്കും. അങ്ങനെ അവൾ ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ഇവള് രാത്രി എണീറ്റ് വന്നിട്ട് പിന്നെ അച്ഛനോട് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ തമ്മിൽ അങ്ങനെ ദേഷ്യമോ വാശിയൊന്നുമില്ല, ഒരു സാധാ അച്ഛൻ മോള് ബന്ധം തന്നെ. ആ ഒരു സ്നേഹം നമുക്ക് അറിയാനൊക്കെ പറ്റും. ഇങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റ് നമ്മുടെ കിമ്മണ്ണൻ നോക്കുമ്പോൾ ആ കൊച്ചാണി എല്ലാ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ വെച്ച് ഇവളുടെ ലോക്കർ റൂമിൽ വെച്ചായിരുന്നു. എന്നുവെച്ചാൽ ഗെയിംസിന് മുമ്പ് എന്തോ ഒന്ന് ഡ്രസ്സ് ലോക്കർ റൂമിൽ നോക്കുമ്പോൾ കാണില്ല. പിന്നെ നോക്കുമ്പോൾ അത് വേസ്റ്റ് ഓട്ടെ കൊണ്ടുപോയിട്ടേക്കുക. മിക്കവാറും ആ ബുള്ളി ചെയ്യണ ആ പെണ്ണുങ്ങളുടെ സൂക്കേടായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ മിഞ്ചിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്, കാരണം ആ കൊച്ച് അത്രയും പെർഫെക്റ്റ് ആവാൻ നോക്കുമ്പോഴും ഇവർ ഈ കിടന്ന് ആ കൊച്ചിനെ താഴ്ത്തി കെട്ടാൻ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവള് ഗെയിംസിന്റെ റൂമിലോട്ട് എല്ലാം നേരത്ത് നമ്മുടെ നായകൻ പയ്യനില്ലേ ആദ്യം കാണിച്ച് ഇവൾക്ക് ചെറിയ ക്രഷുള്ള പയ്യൻ, ആ പയ്യൻ അവന്റെ ബനിയന് ഇവളുടെ മേത്തേറ്റിട്ട് പറയാണ് ഞാൻ ഇപ്പോൾ വോളിബോൾ കളിച്ചുള്ളൂ, നിനക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഇവള് ക്ലാസ് ചെല്ലുമ്പോൾ സാറ് ചോദിക്കുകയാണ് ഇതാ അവന്റെ ഡ്രസ്സാലോ, അവൻ പാൻറ് എന്തില്ലെന്ന് ചോദിക്കുന്നു. കാരണം എന്തോ ജിമ്മിൽ പാൻറ്റും കൂടെ വേണമെന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ആ പെണ്ണുങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുകയാണ്, കാരണം അവന്റെ ഡ്രസ്സ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നാലോ കാണിക്കണേ. അങ്ങനെ കഥയുടെ ഇടയ്ക്ക് നായകൻ്റെ 2 കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരാളൊരു തൈക്കോണ്ട സാറാണ്, ഒരാൾ പബ്ലിക് സെർവൻറ്റുമാണ്. രണ്ടുപേരും ഭയങ്കര ആക്റ്റീവാണ്, ഫണ്ണിയാണ്, അങ്ങനെ സെറ്റപ്പൊക്കെയാണ്. നൈറ്റ് ഒരു 3 പേരോടെ ഒന്ന് വെള്ളമൊക്കെ അടിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആ ദിവസത്തെ കാര്യങ്ങളെ പറയാൻ വേണ്ടി കൂടുന്ന ഒരു ദിവസം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇവർ 3 പേരും സംസാരിക്കുന്നത് മക്കളെ പറ്റിയാണ്. ഇവർക്ക് ഈ പെൺമക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ ഇവർക്ക് പെൺമക്കളുള്ളതുകൊണ്ടാട്ടോ
അപ്പം ആൺമക്കളോട് സ്നേഹമില്ല എന്നല്ല, എല്ലാവർക്കും തന്നെ പെൺമക്കളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ആ സ്നേഹം ഇതിൽ പ്രകടമായി കാണിക്കുന്നുണ്ട്. കാരണം ഓരോ അച്ഛന്മാരും സ്വന്തം മകളെ പറ്റി പറഞ്ഞ് സംസാരിക്കണതൊക്കെ. അപ്പോൾ നമ്മുടെ നായകനും മോള് വരാറായി, എനിക്ക് പോകണമെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ പോലെ ഒന്ന് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ സംസാരിക്കുകയാണ്. അതുപോലെ മോളെങ്ങനെ പിടിച്ചു കെട്ടി ഇതാക്കരുത്, കാരണം അവളൊരു ടീനേജറായി, അവൾക്ക് ചിലപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും അവൾക്ക് കുറച്ച് സ്പേസ് കൊടുക്കാനൊക്കെ ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ടീംസില്ലേ, ആദ്യം നമ്മുടെ നായകനെ വന്ന് തല്ലിയിട്ട് പോകണം അവന്മാർ അവിടെ വന്നിരുന്ന് റെസ്റ്റോറൻറ്റിലുള്ളവരായിട്ട് എന്തോ വള്ളി പിടിക്കുന്നുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ റെസ്റ്റോറൻറ്റിൽ സിഗരറ്റ് വലിച്ചു. അപ്പോൾ ആ ഓണർ പറഞ്ഞു ഇവിടെ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇവന്മാരെ നീറ്റ് നിന്ന് പേടിപ്പിക്കുകയാണ്, ആർക്കാ അവിടെ വിഷയം എന്ന് വെച്ച്. അങ്ങനെ ആരും നോക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ പബ്ലിക് സർവൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ പയ്യനല്ല, ആ മച്ചാനില്ലേ നമ്മുടെ കിമ്മിൻ്റെ കൂട്ടുകാരൻ, പുള്ളിയാണ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാരാണെങ്കിൽ വിടണമില്ല. പക്ഷെ നമ്മുടെ നായകനും മറ്റു കൂട്ടുകാരനോടെ നമുക്ക് പ്രായമായി, ചുമ്മാ വള്ളിയൊന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് പോരാൻ നോക്കുകയാണ്. അപ്പോഴും ആ തടിയൻ്റെ സൂക്കേട് മാറിയിട്ടില്ല ആ മറ്റേ ഗ്യാങ്ങിലുള്ളവൻ്റെ. അവനവിടെ നിന്ന് ഒരു വെള്ളം കോരി ഇവൻ്റെ മേത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി എന്താവോ എന്തോ. അങ്ങനെ നമ്മുടെ പബ്ലിക് സർവൻ്റ് മച്ചാനാണ് ഇടിയോടിടി. കീച്ചിനിടി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കിഡിലിടി തന്നെയാണ്. നല്ല ഇടി വെച്ച് കൊടുക്കും. മറ്റേ തടിയനൊക്കെ അത്യാവശ്യമായിരുന്നു ഇടി. അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൈക്കോണ്ട മാസ്റ്ററും നമ്മുടെ കിമ്മണ്ണനും നിൽക്കുമായിരുന്നു അവിടെ. പക്ഷെ നോക്കുമ്പോൾ കിമ്മണ്ണനെ കാണുന്നില്ല. കിമ്മണ്ണൻ ഇറങ്ങി വീട്ടിൽ പോയി. അത് അങ്ങനെ ഒരു കൂട്ടുകാരൻ അവിടെ മതിയായ വള്ളി പിടിക്കുമ്പോൾ കിമ്മണ്ണൻ പയ്യെ സൈഡ് പറ്റി വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് നമ്മുടെ മച്ചാൻ ഇടിയോടിടി. അങ്ങനെ പോലീസ് വന്ന് രണ്ടെണ്ണത്തിനെ പൊക്കിക്കൊണ്ട് പോവാണ്, നമ്മുടെ തൈക്കോണ്ടോ മച്ചാനെയും മറ്റേ പബ്ലിക് സർവൻ്റ് കൂട്ടുകാരനെ കൂടെ. അങ്ങനെ പിറ്റേന്ന് അച്ഛൻ ഡ്രസ്സൊക്കെ കഴുകി ഇത് മടക്കി വയ്ക്കുമ്പോൾ ഈ ബനിയൻ കാണുവാണ് ആ പയ്യൻ്റെ. അപ്പോൾ ഇത് ആരാന്ന് നോക്കുമ്പോഴേക്കും അവൾ ആ ബനിയൻ എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ ഇന്നലെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു നമ്മുടെ കിമ്മണ്ണൻ ഓർക്കുവാണ്, ഇനി ചിലപ്പോൾ ബോയ് ഫ്രണ്ട് എങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ. നമ്മുടെ ആ പയ്യനില്ലേ, നമ്മുടെ മിഞ്ചുവിന് ക്രഷുള്ള പയ്യൻ, അവൻ്റെ പേരാണ് കിം നഹൂൻ. അവരെ പിറ്റേന്ന് സ്കൂളിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റേ ബുള്ളി ചെയ്യുന്ന ടീംസിൽ അവർ കാണുന്നു. അവർക്ക് അത് കാണുമ്പോൾ അത്ര പിടിക്കണില്ല, കാരണം ഈ പയ്യൻ പോപ്പുലറാണ് ആ സ്കൂളിൽ എന്തോ. അങ്ങനെ നമ്മുടെ മിഞ്ചുവിനെ ആണെങ്കിൽ ഈ ബുള്ളി ചെയ്യുന്ന ടീംസ് എല്ലാം കൂടെ കൊടുന്ന് നല്ല ഇടി വെച്ച് കൊടുക്കുകയാണ്. ആ കൊച്ചിന് ചവിട്ടുണ്ട്, തല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചു പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും അവനോട് സംസാരിക്കില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും ഇവർ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മെയിനായിട്ടൊരു പെണ്ണുണ്ടല്ലോ, അവൾ വന്നിട്ട് പറയുകയാണ് ഇവളുടെ ഡ്രസ്സ് മണത്തിട്ട്, കാരണം ഇതന്നെ അമ്മയില്ലാത്ത കൊച്ചിൻ്റെ ഒരു മണാലോ എന്ന്. അതോടെ കേട്ട് കഴിയുമ്പോൾ മിഞ്ചുവിന് കൺട്രോൾ ആവും. മിഞ്ചു ഒരു ചവിട്ടും വെച്ച് കൊടുത്തിട്ട് പിന്നെ നല്ല ഇടി വെച്ച് കൊടുക്കേണ്ട ആൾക്കിട്ട്. അല്ലെങ്കിലും അത്യാവശ്യമായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്ര അത്യാവശ്യം, നല്ല തല്ലം വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ കൊടുക്കണം. ഞാൻ യോജിക്കുന്നു ഈ കാര്യത്തിനോട്. കാരണം ഇങ്ങനത്തെ ബുള്ളി ചെയ്യണ എല്ലാത്തിനും നല്ല തല്ല് കിട്ടണം. ഇങ്ങനെ നമ്മുടെ കിമ്മണ്ണന് കോൾ വരുവാണ് ഓഫീസിലേക്ക് മുമ്പേ. കാരണം ഇങ്ങനെ മിഞ്ചു സ്കൂളിൽ ഇങ്ങനെ വിഷയം ഉണ്ടാക്കിയെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ കിമ്മണ്ണൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ചെല്ലുവാണ്, അല്ലെങ്കിൽ വിഷയമാവും എന്നൊക്കെ എന്താ പറയുമ്പോൾ. ഇതെന്നെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടി കൊണ്ട കൊച്ചിൻ്റെ അച്ഛനും ഇവരൊക്കെ എന്തോ വലിയ കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരാണ്, ഭയങ്കര പോപ്പുലർ ആണെന്നാണ് പറയണത്. അങ്ങനെ വില്ലൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. വില്ലൻ മിക്കവാറും മറ്റവളുടെ അച്ഛനാണെന്ന് തോന്നുന്നു. പറയുന്നുണ്ട് മറ്റേ പണ്ടത്തെ സ്വഭാവമൊക്കെ വിടാൻ വേണ്ടി ഈ പുള്ളി ശരീരം പൊള്ളിച്ചു എന്നൊക്കെ. കാരണം കുറേ ടാറ്റു ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ടാറ്റു ഒക്കെ മാച്ച് കളഞ്ഞ് മോളും കുടുംബവും കാര്യങ്ങളും ബിസിനസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ആ ശരീരം കരിയിച്ചാണ് ആ ടാറ്റു കളഞ്ഞതെന്നും അങ്ങനെയൊക്കെ ഭയങ്കര മാസമായിട്ടാണ് കാണിക്കുന്നത് വില്ലൻ്റെ എൻട്രി തന്നെ. വില്ലനാണോ എന്നറിയില്ല, വില്ലനാണെങ്കിൽ കിഡിലനായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അത്ര കിഡിലൻ എൻട്രിയാണ് കൊടുത്തേക്കണേ. ഒരു സ്പായിൻ്റെ സ്ഥലത്ത് വെച്ചാണ് ഇവനെ കാണിക്കുന്നത്. ഇങ്ങനെ വില്ലൻ സ്പായിന്ന് ഇറങ്ങുമ്പോൾ ഒരു കോള് വരുവാണ്. ഹെയറി എന്നാന്ന് തോന്നുന്നു മോളുടെ പേര്. അപ്പോൾ ഹെയറിക്ക് എന്തോ സ്കൂളിൽ വിഷയം ഉണ്ടായി, ഏതൊരു പെണ്ണി ഇടിച്ചു എന്തോ ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ പേരൻസ് എല്ലാവരും കൂടെ റൂമിൽ ഒത്തുചേർന്നേക്കാണ്. അപ്പോൾ ഇവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഹെയറിയുടെ അമ്മ, തല്ലുകൊണ്ട കൊച്ചിൻ്റെ അമ്മ അവിടെ ഇരുന്ന് പറയാണ് എൻ്റെ മോളെ എന്താ കാണിച്ചു വെച്ചാണ് നോക്കുക അത് ഇതെന്നൊക്കെ പറയുന്നു. നമ്മുടെ വില്ലമ്മച്ചാൻ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിമ്മണ്ണൻ വന്നിട്ടുണ്ട്. കിമ്മണ്ണൻ പറയുന്നു മോളോട് മിണ്ടായിരിക്കാൻ പറയുന്നു. മോള് പറയുന്നു ഞാനല്ല അച്ഛൻ തുടങ്ങിയത്, എന്നെ കുറേ തല്ലിയിട്ട് ഞാൻ തിരിച്ചല്ലേ എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ കിമ്മണ്ണൻ പറയുന്നു മോളെ മിണ്ടാതെ നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ഈ കിമ്മാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടുകുത്തിന്ന് സോറി പറയുകയാണ്. കാരണം അല്ലെങ്കിൽ ഈ കൊച്ചിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കിമ്മണ്ണൻ അത്രയും താഴുവാണ്. അപ്പം മോള് പറയുന്നുണ്ട് അഭിമാനം കളയല്ലേ അച്ഛാന്നൊക്കെ. പക്ഷെ എന്നാലും അതൊന്നും കേൾക്കാണ്ട് വിഷയം വേണ്ടാലോ എന്ന് ഓർത്ത് കിമ്മണ്ണൻ അത്രയും താഴ്ന്നു കൊടുക്കുകയാണ്. ഇത്രയും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വില്ലമ്മച്ചാൻ എണീറ്റ് നിന്നിട്ട് പറയുന്നു ഒറ്റയ്ക്ക് ഒരു മോളെ വളർത്താൻ ഭയങ്കര പാടാണ്, നിങ്ങളുടെ അപ്പോളജീസ് ഞാൻ ഏറ്റെടുക്കുന്നു, കുഴപ്പമില്ല, അത് ഇനി വിഷയത്തിലോട്ട് വരാണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു വില്ലൻ. അപ്പം നമ്മുടെ കിമ്മണ്ണൻ പറയുന്നു ഓ നന്ദിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആ ക്രഷുള്ള പയ്യൻ പുറത്ത് നിന്നിട്ട് മിഞ്ചി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ മിഞ്ചി നടന്നു പോകുന്നു. അച്ഛനും ആ പയ്യനെ കാണുന്നുണ്ട്. പക്ഷെ അച്ഛനും മോളുടെ പുറകെ ചെല്ലുന്നു. സ്കൂളിലെ പുറത്തേട്ട് വരുമ്പോൾ ഒരു നേരെ മൊത്തം വണ്ടിയാണ് ഈ വില്ലൻ്റെ ആൾക്കാരുടെ. അത്ര റിച്ചാണെന്ന് കാണിക്കേണ്ടത്, പോപ്പുലറാണെന്ന് കാണിക്കേണ്ടത് ഇവർ. ഒരു വിഷയം കേട്ടോ, ആ കൊച്ചിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നും കൂടെ പറഞ്ഞായിരുന്നു വില്ലൻ. അപ്പം മോള് പുറത്തെത്തുമ്പോൾ അച്ഛനോട് പറയാണ്
അച്ഛൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നത്, കാരണം എന്നെ എന്തിനാ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്, അവരല്ലേ തെറ്റ് ചെയ്തതെന്നാണ് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ മനസ്സിലായി മോളെ എന്നാ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ കൊച്ച് കരഞ്ഞുകൊണ്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റായത്, അവരെ റിച്ചും നമ്മൾ പൂർവ്വമായതുകൊണ്ടാണോ ഈ അവസ്ഥ, അച്ഛൻ എന്തിനാ മുട്ടുകുത്തിയത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് പറയണ്ട് ഇനി എന്നെ വിളിക്കണ്ട, വിളിച്ച് ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരെ പോവും, എന്നോട് ഇനി മിണ്ടണ്ടാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിമ്മണ്ണം പറയുന്നു മോളെ നാളെ നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു എനിക്ക് ബർത്ത്ഡേ ഇഷ്ടമല്ല, കാരണം എൻ്റെ അമ്മ മരിച്ചത് ആ ബർത്ത്ഡേ ദിവസമല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഷോക്കായിട്ടാണ് കാണിക്കുന്നത്. കാരണം ശരിയാണ് ആ കൊച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ബുള്ളികൾ കുറച്ച് റിച്ചാന്നും പറഞ്ഞ് തല്ലുകൊള്ളണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മൂഞ്ചിയ അവസ്ഥ അത്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ അച്ഛനാണെങ്കിൽ അമ്മയുടെ കല്ലറ സന്ദർശിക്കാൻ പോകണമെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പഴയ സീനൊക്കെ കാണിക്കുന്നുണ്ട്, ഇവരുടെ ആ ഇഷ്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഉള്ളതൊക്കെ. ശരിയാണ്, അല്ലെങ്കിലും അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ ജീവിതത്തിൽ കൂടെ ഇല്ല എന്ന് പറയുന്നതും വളരെ വിഷമകരമായ ഒരു കാര്യമാണല്ലോ. സോ ഈ കിമ്മണ്ണൻ്റെ ഒക്കെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോഴേ എന്തോ പോലെ. അങ്ങനെ രാത്രി നമ്മുടെ കിമ്മണ്ണ റൂമിൽ വരുമ്പോൾ കൊച്ചില്ല വീട്ടിൽ, കൊച്ചെന്തോ പുറത്ത് സിറ്റിയിലാണ്. അപ്പോൾ അവർ മെസ്സേജ് വരണം മറ്റേ ആ ക്രഷുള്ള പയ്യൻ്റെ ഒന്ന് സ്കൂളിൻ്റെ ഗേറ്റിലോട്ട് വരാമോ എനിക്ക് മിണ്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ച് പോണേ കാണിക്കണം അങ്ങോട്ട്. അങ്ങനെ 12 മണിയായിട്ടും കൊച്ചു വന്നിട്ടില്ല. കിമ്മണ്ണൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് അച്ഛൻ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാനുള്ള കാണിക്കണേന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്തോ തല ഇറങ്ങി വീഴും, ആരോ അടിച്ചിട്ടേക്ക് വന്ന് കാണിക്കണേ, എന്താ സാഹചര്യം കാണിക്കാനുള്ള, ചുമ്മാ മറിഞ്ഞെടുക്കണേ കാണിക്കുള്ളൂ. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇനി എന്നെ വിളിക്കരുത്, ഞാൻ കൂട്ടുകാരുടെ വീട്ടിലാണ് കിടക്കാൻ പോകുന്നത്, വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വീട്ടിലോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മച്ചാൻ നമ്മുടെ കിമ്മണ്ണൻ കോള് കട്ട് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത്. പിറ്റേ ദിവസമായി നമ്മുടെ കിമ്മണ്ണനാണ് ഈ കേക്കൊക്കെ ഒരുക്കി കൊച്ചിനെ കാത്തിരിക്കുകയാണ്. കൊച്ചു ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ അച്ഛൻ മിഞ്ചിയുടെ കൂട്ടുകാരിനെ വിളിച്ചു നോക്കുവാണ്, ഇന്നലെ മോള് വീട്ടിലോട്ട് വന്നായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ഛന് പേടിയാവുകയാണ്, ഇനിയിപ്പോൾ എന്ത് പറ്റിയെന്നോ അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ കിമ്മണ്ണൻ സ്കൂളിലോട്ട് ചെല്ലുവാണ്. അപ്പോൾ പിള്ളേർ പറയുന്നു സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു മിഞ്ചി. അപ്പോൾ നോക്കുമ്പോൾ മറ്റേ പയ്യൻ വന്നിട്ടുണ്ട്, ഏതാ ക്രഷുള്ളത്. അവൻ്റെ മുഖത്തൊക്കെ ഇടി ഉണ്ടായ പോലത്തെ പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അറിയില്ല, ആരും മോളെ തട്ടിക്കൊണ്ടേ കുറച്ച് തഗ് എന്ന് പറഞ്ഞാൽ വട്ടു പിടിച്ചവന്മാർ അല്ലെങ്കിൽ പ്രാന്തന്മാരെന്ന് പറയുമല്ലോ, അവന്മാരെന്തോ വന്ന് കൊച്ചിനെ തട്ടിക്കൊണ്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ ആ വഴി ചെന്ന് നോക്കുകയാണ് എന്താ പറ്റിയേക്കണേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പോണ വഴിക്കാണെങ്കിൽ ഫുള്ള് ചോരയൊക്കെ കിടക്കണേ. അപ്പോൾ നമ്മുടെ അച്ഛനിങ്ങനെ പേടിയാവാണ്, കാരണം ഭാര്യ പോയി, ആകെ ഉള്ളതാണ് ഈ ഒരു മകൾക്ക് എന്തിനെ പറ്റുമോ എന്നുള്ളപ്പോൾ അച്ഛന്മാർക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അതിപ്പോൾ മകളെന്നല്ല ആർക്കാണെങ്കിലും ഫാമിലിയിലുള്ളത്, കാരണം അത്ര ഇഷ്ടപ്പെട്ടവർക്കൊക്കെ. അപ്പോൾ ആ ചോര കിടക്കുന്നതിൻ്റെ അടുത്ത് മറ്റേ കൊച്ചില്ലേ ഹൈറി, എന്നുവെച്ചാൽ ആ ബുള്ളിയാണോ വെച്ച് ആ കൊച്ചിൻ്റെ ഒരു ഹെയർ ചുറ്റിയായിരുന്ന ഒരു സാധനം കിടക്കുന്നുണ്ട്. അത് നമ്മുടെ കിമ്മണ്ണം കണ്ടായിരുന്നു ആ സ്കൂളിൽ വെച്ച്. അപ്പം അത് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഡൗട്ട്, ഇനിയിപ്പോൾ ആ കൊച്ചെങ്ങാനും എന്തെങ്കിലും ചെയ്താണോ എന്ന്. അപ്പം ആ സ്ഥലത്തേട്ട് നമ്മുടെ ഹൈറിയും വേറൊരുത്തിനോട് വരണ്ട്, എന്താ ഫാദറിൻ്റെ ആരോ സ്വന്തപ്പെട്ടവനാണെന്ന് തോന്നുന്നു, എന്നുവെച്ചാൽ ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടി. പക്ഷെ അപ്പോഴേക്കും ബ്ലഡൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പയ്യൻ പറയുന്നത് കണ്ടോ, ബ്ലഡൊന്നുമില്ല, സീനൊന്നുമില്ല, അവളുടെ അച്ഛനൊരു മൊണ്ണയാണ്, അപ്പോൾ ഇനി ആരും തിരക്കി വരുമൊന്നുമില്ല, നമുക്ക് സീനൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ കിമ്മണ്ണൻ പറയാണ് മോളുടെ അല്ലേ ഈ ഹെയർ ടൈ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഹെയർ ടൈ വാങ്ങാൻ വേണ്ടി മറ്റോ വലിയ സെറ്റപ്പിൽ ഇടിക്കാനോ ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മുടെ കിമ്മണ്ണൻ കൂളായിട്ട് ആ ഇടി എന്നുവെച്ചാൽ ഒരാൾ ഇടിക്കാൻ വരുമ്പോൾ എന്നുവെച്ചാൽ മേത്ത് കൊള്ളാണ്ട് മാറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാലോ. അപ്പോൾ അത്ര സ്കില്ലുള്ള ഒരാൾക്കാണ് അത്ര റിഫ്ലക്സ് ഉള്ളൂ. അപ്പം അങ്ങനെ മാറുമ്പോൾ മറ്റവനാകെ ഇതായി പോകും, കാരണം ഇടിക്കാൻ ചെന്നിട്ട് മാറി മൂഞ്ചിയിലോ. അവൻ പിന്നെ ദേഷ്യപ്പെട്ട് വള്ളി പിടിക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് മറ്റവനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഒരു വലിയ സെറ്റപ്പിൽ വരാണ്, എന്താ നീ വലിയ ഇടിക്കാരനാണ്, എന്നാൽ ഡ്രസ്സ് കൂരിടാൻ നമുക്ക് ഇടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കിമ്മണ്ണൻ്റെ ഡ്രസ്സിൽ പിടിച്ചൊരു വലിയൊരിക്കുകയാണ്. വലിച്ചു കഴിയുമ്പോൾ മൊത്തം ഈ വെട്ടുകൊണ്ട പാടുകളില്ലേ ഇങ്ങനെ മേത്തേക്കോടെ. എന്നിട്ട് ഇങ്ങനെ പഴയ എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ മിന്നി മറിയുകയാണ്, മറ്റേ ആർമി അത് ഇത് അതൊക്കെ എന്തൊക്കെയോ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ പ്രസൻറ്റിലോട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ കിമ്മണ്ണൻ പിടിച്ച് നല്ല കീച്ചും നല്ല ഇടിയാൻ കൊടുത്തേമ്പോൾ അവൻ്റെ സൂക്കേടൊന്ന് മാറി കിട്ടും. എന്നിട്ട് ഒരു ടൈ എടുത്ത് അവൻ്റെ കഴുത്തിലോട്ട് അവൻ കിട്ടുവാണ്. എന്നിട്ട് എവിടെയാണ് എൻ്റെ മോളെന്ന് ചോദിക്കുവാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇവൻ ചോര തുപ്പി ചാറായി നിൽക്കുവാണ്, മറ്റവൻ ഇടിക്കാൻ വലിയ സെറ്റപ്പിലൊന്നും. എവിടെയാണ് മിഞ്ചിന്ന് ചോദിക്കാനാണ് നമ്മുടെ കഥ നിൽക്കുന്നത്. അത്ര കിഡിലിനായിട്ടാണ് നിർത്തിയാണ്. കാരണം മോള് മരിച്ചോ ഇല്ലയോ എന്നറിയില്ല, കാരണം കുറേ രക്തം കണ്ടു. ഇനിയിപ്പോൾ മോള് മരിച്ചിട്ടില്ലെങ്കിൽ ആരും തട്ടിക്കൊണ്ട് പോയേക്കുവാണെങ്കിൽ ഇനി അവരുടെ നിന്ന് രക്ഷപ്പെടുത്താൻ ചെല്ലണം. പിന്നെ ഇവൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അങ്ങനെ കിടിലൻ ടിസ്റ്റുകൾ വെച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ എന്തായാലും ഫുൾ ഇടി മയം പ്രതീക്ഷിക്കുക. ഇതേപോലെ ഒരു ഫണ്ണ് ആ ഒരു സെറ്റപ്പ് ആയിരിക്കില്ല. അപ്പോൾ കിടിലൻ എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സ്കിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ K-ഡ്രാമ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. കിടിലൻ സീരീസാണിത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ശരിയെന്നാൽ.